ഞാൻ ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, ഇദ്ദേഹം ഇവരോട് ചോദിക്കുന്നു, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ചോദിക്കുന്നു. Another report says that the inquiry by the special branch reveals that fundamental outfits like NDF, PFI, Campus Front has roots in college campuses. ഇവർക്കെല്ലാം കോളേജ് ക്യാമ്പസുകളിൽ വേരുകളുണ്ട്. ഇൻ ദ സിറ്റി റെഫർ ടു therein എന്ന് വെച്ചാൽ കോഴിക്കോടാണ്. Referring to Campus Front, it is stated in the report thus: as per the available information, the plan of this organization is to trap brilliant upper caste Hindu and Christian girls from the well-to-do family, especially those who are studying for professional courses and employed in IT sectors. Well-to-do ആയിട്ടുള്ള brilliant upper caste Hindu and Christian. അതായത് ലത്തീൻ കത്തോലിക്കനൊന്നും എടുക്കില്ല, നല്ല വെളുത്ത് തുളിത്തിരിക്കുന്ന സിറിയൻ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഇവരുണ്ടല്ലോ, ജ്ഞാനായ, ഇതുപോലുള്ള പെൺകുട്ടികൾ വേണം. അതുപോലെ ഹിന്ദു അപ്പർ ക്ലാസ്, അതായത് മേനോൻ, നമ്പൂതിരി, വാര്യർ, ഇതുപോലെയൊക്കെയുള്ള പെൺകുട്ടികളെ വേണം. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുമെങ്കിലും ഇത്തരം ഫാമിലികൾക്ക് സ്വാധീനമുണ്ട് സമൂഹത്തിൽ. അവരെ ഒരു എക്സാമ്പിളായിട്ട് അറിഞ്ഞില്ലേ, മറ്റേ ഇല്ലത്തെ പ്ലാക്കുറിശി ഇല്ലത്തെ ആ പെൺകുട്ടിയാണ് ഇസ്ലാമിലേക്ക് മതം മാറിയത്. പ്ലാക്കുറിയിലത്തെ ഇപ്പോൾ വലിയ വേദപണ്ഡിതന്മാരാണ് അവരുടെ മകൾ മാറിയിരിക്കുന്നു. അപ്പൊ there is merit in that. ഇങ്ങനെ സൊസൈറ്റിയിൽ ഒരു പ്രഭാവം ഉണ്ടാക്കാനായിട്ടാണ് ഈ വെൽ ടു ഡു ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളെ, അതും പ്രൊഫഷണൽ കോഴ്സ്, ഇതിന്നൊക്കെ. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടാണ്, ജഡ്ജി എഴുതിയതൊന്നുമല്ല. It is believed that Muslim organizations like Muslim Youth Forum and Muslim women's organization like Tasreen Millat, Shahid